നമ്മുടെ മതത്തിൻ്റെ വിഷയത്തിൽപ്പെട്ട അല്ലെങ്കിൽ വിശ്വാസപരമായ ഒരു കാര്യത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഗതി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. അത് വേറൊന്നുമില്ല, പറയേണ്ടി വന്നത് ഈ അടുത്ത് ഒരു പ്രസ്താവന അല്ല ഒരാളെ വാക്ക് കേട്ടു. ത്വരീക്കത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ ഷേഖന്മാരുടെ പേരിലും അല്ലെങ്കിൽ പലതും കാട്ടിക്കൂട്ടുന്ന അല്ലെങ്കിൽ കാട്ടിക്കൂട്ടലുകൾക്ക് വിധേയമാകുന്ന അല്ലെങ്കിൽ കണ്ട് സഹികെട്ട ജനങ്ങൾക്ക് സഹികെട്ടിട്ടുള്ള പല തോന്നിവാസം വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയാണ്. അതല്ലേ ഈ അടുത്ത് ഈ കുരുവട്ടൂർ പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ കൂടെ ഇപ്പോൾ ഉള്ള മുമ്പേ ആളുണ്ട്, മടവൂരിൻ്റെയൊക്കെ കൂടെ പണ്ട് ഫോട്ടോ ഒക്കെ ഉണ്ട്. ഞാൻ മടവൂരിനെ പറയാൻ വേണ്ടിയിട്ടില്ല. പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് വെച്ചിട്ട് കളിക്കുന്നതാണ്. ശരിയാണ്, അത് അദ്ദേഹത്തിന് പോലും ഒരു പക്ഷേ എന്നല്ല അത് പൊരുത്തമാവില്ല എന്നത് ഉറപ്പാണ്. ഈ അടുത്ത് ഒരു വിചിത്രമായൊരു വാദവുമായിട്ടാണ് മടവൂർ കോട്ട വടിത്തങ്ങൾ എന്ന് പറയും അയാൾ പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ മഹാനായ ബാബുരാജിൻ്റെ അടുക്കൽ അല്ലേ സംഗീതം കേൾക്കാൻ പോയി. വെറും കാമണിക്കൂർ കൊണ്ട് ഞാൻ ഹാർമോണിയം വായിക്കാൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് 14 നാടകത്തിൽ ഞാൻ അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ട് 4 സിനിമയിൽ എന്ത് ഉഷാറായിട്ടാണ് പറയുന്നത്. 4 ഷെയ്ഖ് എന്ന് പറയുന്നവൻ്റെ വായിന്ന് വന്ന വർത്താനം ഇതൊക്കെ. 4 സിനിമയിൽ ഞാൻ അഭിനയിച്ചു. എന്നിട്ട് പിന്നെ പറയുന്നതാണ് അതൊക്കെ ഹറാമെന്ന് ആരാ പറഞ്ഞത്. ഇയാൾ വിശ്വാസപരമായിട്ട് എന്ത് മെസ്സേജാണ് ഈ ഒരു സമൂഹത്തിന് നൽകുന്നത് അല്ലേ? ഞാൻ ആ ഭാഗം ഒന്ന് കുറച്ച് കാണിച്ചു തരാം. അയാൾ പറയുന്ന ഭാഗം നിങ്ങൾക്ക് കുറച്ച് കേൾപ്പിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ പറയാം. ഞാൻ കോഴിക്കോട് 1 മണിക്കൂർ കല്ലായി പാലത്തിൻ്റെ അവിടെ ഒരു ക്ലബ്ബിൽ കയറിയിട്ട് മഹാനായ ബാബുരാജ് സംഗീതം വായിക്കുക. ഞാൻ 2 മിനിറ്റ് എനിക്ക് ഹാർമോണിയം തന്നു. 15 മിനിറ്റ് കൊണ്ട് ഹാർമോണിയം ഞാൻ പഠിക്കുകയും ചെയ്തു. 15 നാടകത്തിൽ ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. 5 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇവിടെ മറ്റേ നമ്മളെ കുരുവട്ടൂരുകളെ ഷേഖ് അബ്ദുള്ള എന്ന് പറയുന്ന ആളും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ ആ ഒരു പൊതുവേദിയിൽ പരസ്യമായിട്ട് പറയാണ്, ഞാൻ മഹാനായ ബാബുരാജ് പിന്നെ പറഞ്ഞെന്താണ് പ്രേം നസീർ സ്വർഗത്തിലാണ്, അതുപോലെ നമ്മളെ ഹിന്ദി ഗസൽ അല്ലേ തമ്പുരാൻ അല്ലെങ്കിൽ ഗസലിൻ്റെ ഏറ്റവും വലിയ ഗായകൻ ഭാവഗായകൻ മുഹമ്മദ് റാഫി ഇവരൊക്കെ സ്വർഗത്തിലാണ്. ഇവർ സ്വർഗത്തിലോ നരകത്തിലോ എനിക്കറിയില്ല, അത് പഠിച്ചുകൊണ്ടിടത്തുള്ള കാര്യമാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ചങ്ങായി പറയാണ്, ഇയാൾ പറയുന്ന വളരെ വിചിത്രമായ, ഞാൻ മുമ്പ് ഇയാൾക്കെതിരെ മ്യൂസിക്കിൻ്റെ വിഷയങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ എനിക്കെതിരെ സംസാരിച്ച നമ്മളെ മൊയ്ലാമാരുടെ കൂട്ടത്തിൽ തന്നെ കുറേ ആൾക്കാരുണ്ട്. ഇനി ഇതും അവർ ന്യായീകരിക്കണം കേട്ടോ. സിനിമ ഹറാമല്ല എന്ന് ഇയാൾ പറഞ്ഞല്ലോ. സിനിമ ഹറാമല്ല, അതിൽ അഭിനയിക്കുന്ന അതൊരു കലയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതിനെ ന്യായീകരിക്കാൻ പല വശങ്ങളും. ഇയാളെയൊക്കെ ഷേഖായിട്ടും ഒരു ത്വരീക്കത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റു എന്താ പറയുക മടവൂരിൻ്റെ പേര് പറ്റേ മറ്റേതാണ് മറിച്ചേതാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ട് നടക്കുന്നവർ എന്താ വിളിക്കേണ്ടത്? നമ്മൾ ആലോചിക്കേ, നമ്മളെല്ലാം അംഗീകരിക്കാൻ പാടുള്ളൂ. ഈ അള്ളാഹു റസൂൽ ഒരു ഹദീസ് പറഞ്ഞല്ലോ, ഇത്തഖദന്നാസ് റൂസുഹും ജുഹാല, അറിവില്ലാത്ത ജാഹിലിങ്ങളെ നിങ്ങൾ നേതാക്കന്മാരാക്കി അമീറന്മാരാക്കി വെക്കുന്ന കാലഘട്ടം നിങ്ങളിൽ വരും. എന്നിട്ടോ അവരോട് നിങ്ങൾ ഫാഫ്തൂഹു, അവരോട് നിങ്ങൾ ഫത്വ ചോദിക്കും, അവരോട് നല്ല കാര്യങ്ങളും ചോദിക്കും. എന്നിട്ടോ ഫാഫ്തു ബിഗൈരി ഇൽമ്, ഒരു ചുക്കും ചുണ്ണാമ്പ് അറിയുകയും ചെയ്യില്ല. എന്നിട്ട് അവരിങ്ങനെ അവരെ തോന്നിക്ക് അവരെ വഹമീയത്തിൽ അവർക്ക് തോന്നുന്ന രീതിയിൽ അവരിങ്ങനെ കാര്യങ്ങൾ പറയും. അപ്പം അതിൻ്റെ ഒരു ഭാഗം തന്നെയല്ലേ അഭിനയിക്കാൻ പറ്റും, ഹറാമല്ല. ഇതൊക്കെ ഇയാളെ ഭാവനയിൽ നിന്ന് പറയുന്നതാണ്. അതെന്നാണ് റസൂൽ പറഞ്ഞത്, വാഫ്തുഹും ബിഗൈരി ഇൽമ്, അറിവില്ലാതെ അതിനെക്കുറിച്ച് അയാൾ സംസാരിക്കും. എന്നിട്ടോ ദല്ലൂഹും, അവർ സ്വയം പിയക്കുകയും ചെയ്യും. മാത്രമല്ല കൂടെ ഇരിക്കുന്നവരെ പിയപ്പിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദീർഘവീക്ഷണത്തിൽ കാലങ്ങൾക്ക് മുന്നേ പറഞ്ഞു വെച്ച വാക്ക് ഇതിനോടൊന്നും നിങ്ങൾ തട്ടിച്ചു നോക്കി. ശരിയല്ലേ? ഇയാൾ ഫാത്തിയ പോലും നേരാവണ്ണം ഓതൂല. ഫാത്തിയ ഓതുമ്പോൾ എവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഫാത്തിയ
അർത്ഥം പറയുന്നത് തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഒന്നും തിരിയാത്ത വളരെ അന്തസ്സോടെ എന്നിട്ട് അഭിമാനത്തോടു കൂടി പറയാണ് ഞാൻ 14 നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, പോരാത്തതിന് 4 സിനിമയിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് നാടകത്തിൻ്റെ ഇതിന് സെറ്റിൽ ഞാൻ ഗാനം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വേണം നോയിക്കോ എന്നൊക്കെ പറയുന്ന ഇമാതിരി പട് ജാഹിൽ. ഇപ്പോഴും ഇയാളെ താങ്ങി നടക്കുന്ന ആലിമ്യങ്ങളുണ്ട് ഇവരുടെ കൂട്ടത്തിൽ. ഞാൻ ആ വിഭാഗത്തെയൊന്നും ഞാൻ പറയുന്നില്ല. ഇയാളിപ്പോഴും പേറി നടക്കുന്ന ഉസ്താദുമാരുണ്ട്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇയാൾ ബേക്കിലിപ്പം കുരുവട്ടൂരിൽപ്പെട്ട ഇപ്പം നൗഷാദ് ഹസനിയായാലും സമ്മദാനപുരി ആയാലും പൊട്ടച്ചിറ പല നേതാക്കന്മാർ ഇയാളെ ബേക്കിലുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇതൊക്കെ പുലരണം, ഇതൊക്കെ സംഭവിക്കണം. കാരണം അള്ളാഹിൻ്റെ റസൂല് 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചത് അത് പുലർന്നിട്ടില്ല, പിന്നെ എന്താ പുലരുക? അല്ലെങ്കിൽ അള്ളാഹിൻ്റെ റസൂൽ കള്ളം പറഞ്ഞ് പറയൂലേ? ഇയാളെ പച്ചക്കല്ല ഈ സമുദായത്തോട് ഇയാൾ എന്ത് മെസ്സേജാണ് ഈ വരുന്ന തലമുറയോട് കൊടുക്കുന്നത്? ഇയാൾ പറഞ്ഞു വരുന്നത് എന്താ? നിങ്ങൾ സിനിമയിൽ അഭിനയിച്ചോളി, നാടകത്തിൽ അഭിനയിച്ചോ, നിങ്ങൾ സിനിമാ പാട്ടിലായാലും എന്ത് തന്നെയായാലും ഇത് ഞാൻ എൻ്റെ വിശ്വാസപരമായ ദീന് ഇസ്ലാം പറയുന്ന വിശ്വാസപരമായ കാര്യമായതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇതില്ലാത്തവർക്ക് പിന്നെ ഇതൊന്നും ആവശ്യമില്ലല്ലോ. ചാത്തപ്പനെന്ന മാഷറ എന്ന് പറയുന്ന പോലെ മതവിശ്വാസികളോടാണ് ഈ സംസാരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മതത്തിൻ്റെ ദീനിൻ്റെ വിശ്വാസവുമായി മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസി സമൂഹത്തോടാണ് ഈ സംബന്ധനം, ഈ പറച്ചിൽ മുഴുവനും. എല്ലാത്തവരോടും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ത്വരീക്കത്ത് എന്ന് പറഞ്ഞ പല കോമാളിക്കത്ത് ഇത്തരങ്ങളും കാട്ടിക്കൂട്ടലോ അതിൻ്റെ വേദിയൊന്നുമല്ല. പക്ഷെ ഇന്ന് പലപ്പോഴും അതാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഇയാളൊക്കെ ഇങ്ങനെ ഇമാതിരി ജഹലിയത്ത് പറയണം. ഇയാളെപ്പോലുള്ളവർ വരുവും വേണം. കാരണം ഇതിനൊരു അവസാനം വേണ്ടേ, പര്യവസാനം വേണ്ടേ, ഖിയാമത്ത് നാളിലേക്ക് വരണ്ടേ, എല്ലാം തീരണ്ടേ? തീർന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ഓരോ ദജ്ജാലികളും പുറപ്പെടുമെന്ന് പ്രവാചകൻ പറഞ്ഞാൽ അതിവിടെ സംഭവിക്കുകയും വേണം. അതിൻ്റെ ഒരു നേർ സാക്ഷ്യമാണ് അല്ലെങ്കിൽ നേർ ചിത്രമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പം ഞാൻ കാണിച്ചു തന്നത്, അല്ലേ? പക്ഷെ അതിലും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇതിന് പേറി നടക്കാൻ തലയെക്കെട്ട് കെട്ടി അല്ലെങ്കിൽ ആലിം എന്ന് പറയുന്നവർ ഇയാളെപ്പോലുള്ള ആൾക്കാരെ ഇപ്പോഴും പേറി നടക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ വലിയ സങ്കടമാണ്. ഏതായാലും ഇതൊന്നും അത്ഭുതപ്പെടാനുള്ള കാര്യമൊന്നുമല്ല. ഇനി ഇയാൾ കുറച്ച് കഴിഞ്ഞാൽ ഇതിലും വലുത് പറയും. അങ്ങനെയാണല്ലോ ചേകന്നൂരൊക്കെ പേച്ചു പോയത്, അല്ലേ? ചേകന്നൂർ ഇതുപോലെ സ്വന്തം സിദ്ധാന്തത്തിലൂടെയാണ് പേച്ചു പോയത്, അല്ലേ? ലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ. കുറച്ച് മുമ്പ് ഇയാൾ അതെല്ലാം പറയും. മാതല്ലാഹ് നമ്മളൊക്കെ കാക്കട്ടെ, ഹിദായത്തിൻ്റെ വഴിയിലാക്കി തരട്ടെ. ലാ തഖറബു സിന, സിനയോട് നിങ്ങൾ അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഓൻ്റെ ചേകന്നൂർ സ്വന്തം ഇഷ്ടത്തിന് അർത്ഥം വെച്ചെന്താ അറിയോ? 2 ആൾ തമ്മിൽ വ്യഭിചരിക്കുമ്പോൾ 3-മതൊരാൾ പറ്റി ശല്യം ചെയ്യേണ്ട അങ്ങനെ അർത്ഥം വെച്ചേ. ശരിക്കും പറഞ്ഞാൽ മനസ്സിലില്ല, വ്യഭിചരിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കുക, ആണും പെണ്ണൊക്കെ ഇടകളിൽ അഭിനയിക്കുക, അതൊന്നും കുഴപ്പമില്ല. ഇത് രണ്ടും എന്താ തമ്മിൽ വ്യത്യാസം? എന്തോരം വിശ്വാസപരമായിട്ടൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ ഈ മെസ്സേജ്, ഇത്തരം വാക്കുകൾ എത്രത്തോളം അപകടം പിടിച്ച പ്രസ്താവനയാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വിശ്വാസം പോലും ഇല്ലാതെയാക്കുന്ന ഈ ത്വരീക്കത്തിൻ്റെ പേരിൽ പറഞ്ഞാലും മറ്റുള്ള പിന്നെ ഇതിലിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മടവൂറിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെ കാട്ടിക്കൂട്ട സത്യത്തിൽ അദ്ദേഹം പോലും അറിയുന്നുണ്ടാവില്ല, അല്ലേ? അല്ലാഹു അഅലം. പലപ്പോൾ ഇവർ കളിക്കാൻ മുമ്പിൽ വെക്കുന്ന കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത് മടവൂറിൻ്റെ പേരാണ്, അല്ലേ? നാളെ റബ്ബിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ സത്യാവസ്ഥ അറിയാം, അല്ലാഹു അഅലം, അല്ലേ? അത്രയും വൈവിട്ട അല്ലെങ്കിൽ അത്രയും അപകടകരമായ ഇതെത്ര നമ്മൾ സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ളവർ പരം കൂടിയിട്ട് അതിനെ ന്യായീകരിക്കാനാണ് നിൽക്കുന്നത്. അതാണ് ഏറ്റവും വലിയ സങ്കടം, അല്ലേ? അതാര് ഉലമാക്കളിൽപ്പെട്ട ആലിമ് എന്ന് പറയുന്നവരിൽപ്പെട്ടവരാണ്. ഇയാൾ ഇത്രയും പച്ചയ്ക്ക് വെടിപ്പായിട്ട് ഞാൻ 4 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അതുണ്ട് ഇതുണ്ട്, 14 നാടകത്തിലുണ്ട്, മറ്റോ സ്വർഗത്തിലാണ്. പിന്നെ സ്വർഗത്തിൻ്റെ കാര്യം അവിടെ കേട്ടെ, ഒരാൾക്ക് ആരാണ് അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നത്, ആരെയാണ് സ്വർഗത്തിലാക്കുക, ആരെയാണ് നരകത്തിലാക്കുക, അത് നമുക്ക് ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ അതല്ല വിഷയം. ഇതിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെയുള്ള അപകടകരമായ വിഷയങ്ങൾ അല്ലെങ്കിൽ ഒരു റോങ് മെസ്സേജ് ഈ സമൂഹത്തിന് മുമ്പിൽ പറയുമ്പോൾ അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ, ഇങ്ങനെയുള്ളവർ ചെയ്യുമ്പോൾ ഇത് കേട്ടിട്ടും നമ്മൾ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ എത്രയോ വലിയ വലിയ ആലിമ്യങ്ങളുണ്ട്, അവരൊക്കെ മിണ്ടാതിരിക്കുന്നത് നാളെ റബ്ബിനോട് മറുപടി പറയേണ്ട ഒരു സംഗതിയാണ് എന്നതിൽ യാതൊരു സംശയമില്ല. ഏതായാലും ഇത് കണ്ടപ്പോൾ ഒന്ന് പറയണം, നിങ്ങളോടൊന്ന് ബോധവൽക്കരിക്കണം എന്ന് തോന്നി. ഇത്തരം
ചതിക്കുഴികളിൽ ചെന്ന് വീയാതിരിക്കുക. നമ്മളെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാലം ഇത്. കുഅംഫുസകും വഅഹ്ലിക്കും നാറ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങളെയും നിങ്ങളുടെ അഹലുകാരെയും നരകത്തെ തൊട്ട് നിങ്ങൾ കാക്കണേ എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനപ്പുറത്തുള്ളതും ഇനി വരാനുണ്ട്. ഇതൊന്നൊന്നുമല്ല, ഇതിനേക്കാളും വലിയത് നമുക്ക് കാണാനുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇത് കണ്ടപ്പോൾ ഒന്ന് പ്രതികരിക്കണം തോന്നി, നിങ്ങളെ അറിവിലേക്ക് എത്തിക്കണമെന്ന് തോന്നിയതുകൊണ്ട് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് വീഡിയോസ് ഇതുപോലെ അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും.